നമ്മുടെ നാട്ടിൽ ഒട്ടും പഞ്ഞമില്ലാത്തവരാണ് ആൾദൈവങ്ങൾ. വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ആത്മീയ വഴികളിലൂടെ മാത്രം നടക്കുന്നവർ മാത്രമല്ല, കുട്ടിക്കാലത്ത് മാനസിക പ്രശ്നങ്ങളുണ്ടായവരും ജീവിക്കാൻ പല മാർഗങ്ങളും നോക്കി പരാജയപ്പെട്ടവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. ഒന്ന് നിന്നുകൊടുത്താൽ മതി, ദിവ്യപരിവേഷമൊക്കെ വിശ്വാസികൾ ഒപ്പിച്ചു തരുമെന്നതാണ് അവസ്ഥ. എന്നാൽ സ്വയം അറിയാതെ തന്നെ ദൈവിക പരിവേഷം കൽപ്പിച്ചു തന്നാലോ? അവധൂതൻ എന്ന പദം നമുക്ക് അന്യമല്ല. നിരവധി അവധൂതരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട്. ലൗകിക ജീവിതത്തിൽ നിന്നും സാമൂഹിക ചിട്ടവട്ടങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് സ്വന്തം അഹന്തയെ അതിജീവിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നവരെയാണ് അവധൂതർ എന്ന് പറയുന്നത്. അതിൻ്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ. മാനസിക പ്രശ്നങ്ങളാലോ മറ്റോ ഒന്നും മിണ്ടാതെ ഏകാന്തരായി നടന്ന രണ്ടുപേരെ അവധൂതരെന്ന് വിശ്വസിച്ച് ദൈവിക പരിവേഷം നൽകിയാലോ? ഇത് നടന്നത് ഉത്തരേന്ത്യയിലൊന്നുമല്ല, നമ്മുടെ സാക്ഷര കേരളത്തിൽ തന്നെയാണ്. കോഴിക്കോടും കണ്ണൂരുമാണ് ഈ സംഭവങ്ങൾ. ഒരാൾ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിലെ അച്ചാറുസ്വാമി, മറ്റേയാൾ കണ്ണൂർ തലശ്ശേരിയിലെ അവധൂതമാതയെന്നും തലശ്ശേരി അമ്മയെന്നുമൊക്കെ അറിയപ്പെടുന്ന സ്ത്രീ. രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ് രണ്ടുപേരെയും പോയി കണ്ടത് ഏതാണ്ട് 10-12 വർഷം മുമ്പാണ്. കൊയിലാണ്ടിയിലെ അച്ചാറുസ്വാമിയെ കാണുമ്പോൾ അദ്ദേഹം ചപ്പുചവറുകൾക്കും മാലിന്യക്കൂമ്പാരത്തിനുമൊക്കെ നടുവിലായിരുന്നു. അതിന് 3 പതിറ്റാണ്ട് മുമ്പാണ് ഇദ്ദേഹം കൊയിലാണ്ടിയിലെത്തിയത്. അച്ചാറുസ്വാമിയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന നിരവധി പേരും അന്നവിടെ ഉണ്ടായിരുന്നു. ബീഹാർ സ്വദേശിയോ മറ്റോ ആണ് സ്വാമിയെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് അറിയാവുന്നത്. ആർക്കും കൃത്യമായി ഇക്കാര്യങ്ങൾ അറിയില്ല. എന്നാൽ സ്വാമിയെക്കുറിച്ച് കഥകൾക്ക് പഞ്ഞമൊന്നുമില്ലായിരുന്നു. ഒരിക്കൽ അച്ചാർ വിൽക്കുന്ന വാഹനത്തിലുള്ളവരോട് ഇദ്ദേഹം അച്ചാർ ചോദിച്ചെങ്കിലും അവർ കൊടുത്തില്ലെന്നും അല്പസമയത്തിനകം ആ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നതുമാണ് അതിലൊരു കഥ. ഇവരുടൻ തന്നെ ഒരു കുപ്പി അച്ചാർ സ്വാമിക്ക് കൊടുത്തെന്നും ഇത് മുഴുവൻ അദ്ദേഹം കഴിച്ചെന്നുമാണ് ഈ കഥയിൽ പറയുന്നത്. ആ സംഭവത്തോടെയാണ് ഈ മനുഷ്യന് അച്ചാറുസ്വാമി എന്ന് പേര് വീണത്. കാണാൻ വരുന്നവർ സ്വാമിക്ക് അച്ചാർ കൊണ്ടുവരും. അച്ചാറുസ്വാമിയെ കണ്ടിട്ട് പോയ ഒരാൾക്ക് ലോട്ടറി അടിച്ചെന്നും നാട്ടിൽ കഥയുണ്ടായിരുന്നു. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും പിറുപിറുക്കുന്നൊഴിച്ചാൽ അച്ചാറുസ്വാമി അധികമൊന്നും സംസാരിക്കാറില്ല. സ്വാമിയെ കാണാനെത്തുന്നവർ ഭക്ഷണമൊക്കെ വാങ്ങി നൽകും. ചിലർ കുമ്പിട്ട് തൊടുന്നതും ഭജന ചൊല്ലുന്നതുമൊക്കെ അന്ന് കണ്ടു. സമൂഹത്തിലെ ഉന്നതർ വരെ അച്ചാറുസ്വാമിയെ കാണാൻ ചെങ്ങോട്ടുകാവിലെത്തിയിരുന്നു. മരിച്ച ശേഷവും അച്ചാറുസ്വാമിയിൽ വിശ്വസിക്കുന്നവർ അവിടെ ഉള്ളതായാണ് വിവരം. രസകരമാണ് തലശ്ശേരിയിലെ അവധൂതമാതയുടെ കഥ. എത്ര വർഷം മുമ്പാണ് ഇവർ തലശ്ശേരിയിൽ എത്തിയതെന്ന് പോലും ആർക്കും കൃത്യമായി അറിയില്ലായിരുന്നു. 1/2 നൂറ്റാണ്ടോളം മുമ്പെന്നാണ് അന്ന് പലരും പറഞ്ഞു കേട്ടത്. കർണാടകയോ ആന്ധ്രാപ്രദേശോ ആണ് സ്വദേശമെന്നാണ് കരുതുന്നത്. ആരോടും സംസാരിക്കാറില്ല. അവധൂതയെന്ന് ആളുകൾ വിശ്വസിച്ചു തുടങ്ങിയതോടെ തലശ്ശേരി തിരുവങ്ങാടുള്ള ഒരു വീട്ടുകാർ വൃദ്ധയെ ഏറ്റെടുത്തു. തലശ്ശേരി നഗരത്തിലൂടെ 2 കൈകളും തലയുടെ പിന്നാമ്പുറത്ത് കോർത്തുപിടിച്ച് അലസമായി നടക്കുന്ന അവധൂതാമ്മയ്ക്ക് ജാതിമതഭേദമന്യേ നിരവധി ഭക്തരുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ നമസ്കരിക്കുന്നവരെ പോലും അന്ന് കണ്ടിരുന്നു. ഓട്ടോയും ടാക്സികളും സ്വകാര്യ വാഹനങ്ങളുമൊക്കെ തലശ്ശേരി അമ്മയെ കണ്ടാൽ നിർത്തി വാതിൽ തുറന്നു പിടിക്കും. അമ്മ ആ വാഹനത്തിനകത്ത് കയറിയാൽ അന്ന് ഏറെ ഗുണമുണ്ടാകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ലഡുവായിരുന്നു ഇഷ്ടഭക്ഷണം. കാണാൻ ചെല്ലുന്നവർ അതും വാങ്ങിക്കൊടുക്കും. ഒരിക്കൽ നടന്നു പോകവേ ഇവർക്ക് വാഹനം ഇടിച്ച് പരിക്കേറ്റു. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടെങ്കിലും 3-ാം ദിവസം അതൊക്കെ വലിച്ചൂരി വീണ്ടും തെരുവിലിറങ്ങി. അതും ദിവ്യത്വത്തിന് തെളിവാണെന്നാണ് ഭക്തരുടെ വാദം. ജീവിച്ചിരിക്കെ തന്നെ ഈ വൃദ്ധയുടെ പ്രതിമ സ്ഥാപിച്ച് കോഴിക്കോട് നാദാപുരത്ത് ക്ഷേത്രവും നിർമ്മിച്ചിരുന്നു. 2023 സെപ്റ്റംബറിലാണ് തലശ്ശേരി അമ്മ മരിച്ചത്. എന്നാൽ ഇപ്പോഴും ആളുകളുടെ വിശ്വാസത്തിന് കുറവൊന്നുമില്ല. ബോധപൂർവമായ ഒരു ശ്രമവും നടത്തിയില്ലെങ്കിലും ആളുകൾ പിടിച്ച് ദൈവമാക്കി കളയുമെന്നതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? ഒരു കാര്യം രണ്ടുപേരും നാട്ടുകാർക്ക് ഒരു ശല്യവും ഉണ്ടാക്കിയിരുന്നില്ല എന്നതാണ്. ആളുകൾ പിന്നാലെ നടക്കുന്നത് ഇവർ രണ്ടുപേരെയും ഏറെ അലോസരപ്പെടുത്തുന്നതായാണ് അന്ന് ബോധ്യമായതെന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.